നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ദോശയാണ്. ഇത് വെറും ദോശയല്ല, മിക്സ്ഡ് വെജിറ്റബിൾ ദോശയാണ്. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുതിർത്ത അരി. അരിയുടെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ ഞാനിവിടെ 2 ടൈപ്പ് അരി ഉപയോഗിച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഡൊപ്പി അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി ഏകദേശം 5 മണിക്കൂറോളം കുതിർത്തിട്ട് നല്ലവണ്ണം കഴുകിയെടുത്തതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാബേജ്, വളരെ തിന്നായിട്ടും ചെറുതായിട്ടും അരിഞ്ഞത്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ തൊലി കളഞ്ഞതും അകത്തെ സീഡ്സ് കളഞ്ഞതും വളരെ ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 5 വറ്റൽമുളക്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി ചിരകിയെടുത്തത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാബേജ് മേടിക്കുമ്പോൾ കൂടുതൽ ഇലയുള്ള ക്യാബേജ് വേണം സെലക്ട് ചെയ്യാൻ. നമ്മളിവിടെ ദോശയ്ക്ക് ഇലയാണ് കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, വെയിറ്റ് കുറവുള്ള ക്യാബേജ് ആണെങ്കിൽ ഇല കൂടുതലായിരിക്കും, വെയിറ്റ് കൂടുതലുള്ളതാണെങ്കിൽ തണ്ടായിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ കടയിൽ മുറിച്ച ക്യാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും ഇലയാണോ തണ്ടാണോ കൂടുതലുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അരിയും തേങ്ങയും വറ്റൽമുളകും മഞ്ഞളും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് സവാള ഇഷ്ടമില്ലെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം. അഥവാ ചെറിയ ഉള്ളിയും സവാളയും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർക്കാം. ആദ്യമായിട്ട് ക്യാബേജ് ചേർക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ക്യാബേജും കൂടെ ചേർക്കാം. ക്യാബേജ് മുഴുവനും ചേർത്ത് കഴിഞ്ഞു. നല്ലവണ്ണം മിക്സ് ചെയ്യാം. മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. പിന്നെ വിതറി വേണം എല്ലാ വെജിറ്റബിൾസും ഇതിൽ ചേർക്കാൻ. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടി നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വന്ന സവാളയും ടൊമാറ്റോയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. വീണ്ടും മാവ് കട്ടിയായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് കുറച്ച് അധികമായില്ലേ, മാവ് കുറവാണെന്ന്. അങ്ങനെയൊന്നുമില്ല. എത്രയും കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടോ അത്രയും ദോശ സോഫ്റ്റ് ആയിരിക്കും. എല്ലാം നല്ലവണ്ണം മിക്സ് ആയി കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് അവസാനമായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
നല്ലവണ്ണം മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഇളക്കി മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ മാവ് ഏകദേശം ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കാം. എല്ലാ ചേരുവകളും ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 1.5 മണിക്കൂർ ആയി കഴിഞ്ഞു. നമുക്കിനി മാവൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടായി കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം ദോശ ചുട്ടെടുക്കാൻ. എന്നാലേ അകത്ത് ഉൾഭാഗം വേവത്തുള്ളൂ. അതുപോലെ കവർ ചെയ്തും കൊടുക്കണം. ഓക്കെ, ഇതെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദോശ പരത്തിയതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം. അതുപോലെ കവർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, നമുക്കിനി ദോശ മറിച്ചിടാം. ഗ്രീസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറുവശവുമായി കഴിഞ്ഞു. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കൂ എത്ര കളർഫുൾ ആയിരിക്കുന്നെന്ന്. ഒരു ദോശ കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ കവർ ചെയ്ത് കൊടുക്കാം. മറിച്ചിടാം. അങ്ങനെ രണ്ടാമത്തെ ദോശയും ആയി കഴിഞ്ഞു. പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ ദോശ റെഡിയായി കഴിഞ്ഞു. വളരെ സോഫ്റ്റാണ് ഈ ദോശ. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിൽ ഓൾറെഡി കുറേ വെജിറ്റബിൾ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. പിന്നെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് മറ്റൊരു ദിവസം. ഓക്കെ.